ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജയന്തി ആഘോഷത്തിന് തുടക്കം. ശ്രീധരൻപിള്ള രചിച്ച 2 പുസ്തകങ്ങളുടെ പ്രകാശനം കോഴിക്കോട്ട് നടന്നു. വൈകിട്ട് സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ 251 പുസ്തകമായ വൃക്ഷ ആയുർവേദവും 252 പുസ്തകമായ അൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഓൾമൈറ്റിയുമാണ് ഇന്ന് പ്രകാശനം ചെയ്തത്. കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ നടന്ന ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ്, അമൃതാനന്ദമയി മിഷൻ കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി തുടങ്ങിയവർ പങ്കെടുത്തു. എഴുത്തിന്റെ വഴിയിലേക്ക് താൻ കടന്നു വന്നതിനെക്കുറിച്ച് ഗുഡ് മോർണിംഗ് വിത്ത് SKNൽ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള വാചാലനായി. 2004 കാലദാനം എന്ന് എൻ്റെ കവിതാ സമാരം ഇറങ്ങി. MT ആണ് അതിന് അവതാരിക എഴുതിയത്. അതിൻ്റെ അകത്ത് അദ്ദേഹം ഒരു ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. തിരക്ക് പിടിച്ച അഭിഭാഷക ജീവിതത്തിനും രാഷ്ട്രീയ ജീവിതത്തിനും ഇടയിൽ എന്തുകൊണ്ട് ശ്രീധരൻപിള്ള എഴുതുന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു അവതാരികയിൽ. എന്നിട്ട് പറഞ്ഞു, ഈ മുറിവേറ്റ സമൂഹത്തിനും പ്രകൃതിക്കും ഒരു താരാട്ട് പാടണമെന്ന ആഗ്രഹം കൊണ്ടെന്നാണ്. അപ്പോൾ ഈ ആഗ്രഹമാണ് എന്നെ നയിക്കുന്ന വികാരം. മന്ത്രിസഭാ തീരുമാനങ്ങൾ മാനിക്കാൻ ഗവർണർ തയ്യാറാകണമെന്ന ഗോവ ഗവർണറുടെ പ്രതികരണം ശ്രദ്ധേയമായി. ഗവർണർ ഒരു പൊതുജന സേവകൻ മാത്രമാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന അനുസരിച്ച് 2 വകുപ്പുകൾ ഒഴിച്ച് ആർട്ടിക്കിൾ 355, 356 ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ക്യാബിനറ്റിൻ്റെ ഡിസിഷനാണ് കരണീയമായി സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. അടിസ്ഥാനപരമായി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ മാൻഡേറ്റുള്ള ആളാണ് ചീഫ് മിനിസ്റ്റർ. വൈകിട്ട് നടക്കുന്ന സുവർണ ജയന്തി ആഘോഷ സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി, ബസേലിയസ് മാർത്തോമ മാത്യൂസ് കാത്തോലിക്ക ബാവ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമാകും. 24 കോഴിക്കോട്.